റബ്ബർ തോട്ടത്തിന്റെ അരികിലുള്ള പഴയ വീട് പതിറ്റാണ്ടുകളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു, മറന്നുപോയ ദുഃഖങ്ങളുടെ ഒരു നിശബ്ദ കാവൽക്കാരനെപ്പോലെ. ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ഒരു സൂചനയും കൂടാതെ അപ്രത്യക്ഷരായ വിചിത്രരായ മേനോൻ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർ അടക്കം പറയുമായിരുന്നു. അവരുടെ ഏക അവശേഷിച്ച സ്വത്ത് കാടുപിടിച്ച വീട്ടുവളപ്പിലെ ആഴമേറിയ ഒരു കല്ലിക്കിണറായിരുന്നു. ഒരു ഉച്ചതിരിഞ്ഞ കടുത്ത മഴക്കാലത്ത് വീടിന്റെ ഭയാനകമായ ആകർഷണത്തിൽ ആകൃഷ്ടനായി അജയ് എന്ന യുവ നഗരപര്യവേക്ഷകൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഞെരങ്ങുന്ന ഗേറ്റ് തള്ളിമാറ്റി അകത്തേക്ക് കടന്നു. അവന്റെ ക്യാമറ തോളിൽ തൂക്കിയിട്ടു. നനഞ്ഞ മണ്ണിന്റെയും അഴുകിയതിന്റെയും ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. വീട് ഒരു തകർന്ന ഷെല്ലാണെങ്കിലും കിണറിനെ കാലം കാര്യമായി സ്പർശിച്ചിട്ടില്ലെന്ന് തോന്നി. അതിന്റെ ഇരുണ്ട വായ് തുറന്നു കിടന്നു, പറഞ്ഞറിയിക്കാനാവാത്ത ആഴങ്ങളുടെ ഒരു അഗാധഗർത്തം പോലെ. അജയ് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ നേർത്ത വിഷാദകരമായ ഒരു പ്രതിധ്വനി അവന്റെ ചെവിയിലെത്തി. അതൊരു കല്ല് വീഴുന്ന ശബ്ദമോ കാറ്റിന്റെ കളിമരുന്നോ ആയിരുന്നില്ല, ഒരു മന്ത്രം. വളരെ നേർത്ത, കേൾക്കാൻ പ്രയാസമുള്ള രക്ഷിക്കൂ. അവൻ അതിനെ തന്റെ ഭാവനയായി തള്ളിക്കളഞ്ഞു, വീടിന്റെ ഭയാനകമായ അന്തരീക്ഷത്തിന്റെ ഫലമായി. അവൻ തന്റെ ചെറിയ വാട്ടർ പ്രൂഫ് ക്യാമറ കിണറ്റിലേക്ക് താഴ്ത്താൻ തീരുമാനിച്ചു. രസകരമായ ചില ചിത്രങ്ങൾ പകർത്താമെന്ന് കരുതി. ക്യാമറ താഴേക്ക് പോകുമ്പോൾ അതിന്റെ ചെറിയ വേൽ ലൈറ്റ് പായിൽ പിടിച്ച കല്ലുകളുടെ ഭാഗങ്ങൾ പ്രകാശിപ്പിച്ചു. എന്നിട്ട് അവൻ അത് തിരികെ വലിക്കാൻ തുടങ്ങുമ്പോൾ ക്യാമറ സ്ക്രീൻ മിന്നിമറഞ്ഞു. ഒരു നിമിഷാർദ്ധം അവൻ അത് കണ്ടു. ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന ഒരു വിളറിയ ശരീരം ഇല്ലാത്ത കൈ. അതിന്റെ വിരലുകൾ നീണ്ടതും അസ്ഥികൂടം പോലെയുമായിരുന്നു. അജയ് നെടുവീർപ്പിട്ടു. ക്യാമറ അക്രമാസക്തമായി പിന്നോട്ട് വലിച്ചു. അവന്റെ ഹൃദയം വാരിയെല്ലുകളിൽ തട്ടി. അതൊരു വെളിച്ചത്തിന്റെ കളിയോ ഒരു വികൃത രൂപമോ ആണെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. പക്ഷേ അപ്പോൾ ആ മന്ത്രം വീണ്ടും വന്നു, ഇത്തവണ ഉച്ചത്തിൽ, കൂടുതൽ വ്യക്തമായി. അവൻ ഞങ്ങളെ പോകാൻ സമ്മതിക്കില്ല. അവൻ കിണറ്റിൽ നിന്ന് പിന്നോട്ട് തെന്നിമാറി. ഒരു തണുത്ത ഭയം അവന്റെ അസ്ഥികളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ ഓടി രക്ഷപ്പെടാൻ തിരിഞ്ഞപ്പോൾ കിണറിന്റെ അടുത്തുള്ള ഇടതൂർന്ന ഇലച്ചെടികളിൽ നിന്ന് ഒരു നിഴൽ വേർപെട്ടു. അത് ഉയരമുള്ളതായിരുന്നു, അസാധാരണമാം വിധം മെലിഞ്ഞതായിരുന്നു, വെള്ളം പോലെ, ഓളങ്ങൾ പോലെ കാണപ്പെട്ടു. അതിന് വ്യക്തമായ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കേവലം ഒരു ഭീകരമായ സാന്നിധ്യം അന്തരീക്ഷത്തെ പുരാതനവും ദുഷിച്ചതുമായ തണുപ്പുകൊണ്ട് നിറച്ചു. നിഴൽ അവനടുത്തേക്ക് പതുക്കെ മനഃപൂർവ്വം നീങ്ങി. അജയ് നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവന്റെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തുവന്നില്ല. കിണറ്റിൽ നിന്നുള്ള മന്ത്രം നിരാശരായ ശബ്ദങ്ങളുടെ ഒരു ഗാനം പോലെ വളർന്നു. ആ ഭീകരമായ വാക്കുകൾ പ്രതിധ്വനിച്ചു, അവൻ ഞങ്ങളെ പോകാൻ സമ്മതിക്കില്ല. കാടുപിടിച്ച പൂന്തോട്ടത്തിലൂടെ അവൻ അന്ധമായി ഓടി. നിഴൽ അവനെ നിശബ്ദമായി പിന്തുടർന്നു. അവൻ ഒരിക്കലും പിന്നോട്ട് നോക്കിയില്ല. അജയുടെ അവസാനമായി കണ്ടത് അവന്റെ ഉപേക്ഷിക്കപ്പെട്ട ക്യാമറയാണ്, കിണറിനടുത്ത് കിടക്കുന്നത്. അതിന്റെ മെമ്മറി കാർഡ് കേടായിരുന്നു. ഒരു ഭീകരമായ ചിത്രം ഒഴികെ വെള്ളത്തിൽ പ്രതിഫലിച്ച ഒരു മങ്ങിയ പ്രേതമുഖം. അതിന്റെ കണ്ണുകൾ പറഞ്ഞറിയിക്കാനാവാത്ത ഭയത്താൽ വിടർന്നിരുന്നു. കിണർ അങ്ങനെ തന്നെ നിലനിന്നു. അതിന്റെ ഇരുണ്ട വായ് ഒരിക്കലും പുറത്തുപോകാൻ കഴിയാത്തവരുടെ മന്ത്രങ്ങളാൽ ഇപ്പോഴും പ്രതിധ്വനിച്ചു.